പോവാൻ നേരം ഉണ്ടായിട്ടൊന്നുമല്ല. പിന്നെ ഇപ്പോ എല്ലാത്തിനും അങ്ങനെ പോവാൻ നേരില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. എനിക്ക് നേരമുണ്ടല്ലോ ഇവിടെ. എനിക്ക് ഇവിടെ നേരമുണ്ടല്ലോ എന്ന് പറയായിരുന്നു. എനിക്ക് നേരം ഉണ്ടായിട്ട് എന്താ കാര്യം? നിശ്ചയല്ലേ? പിന്നെ ആണുങ്ങളല്ലേ പോവാ? അങ്ങനൊന്നുമില്ല, വേണമെങ്കിൽ എനിക്ക് വരാം. വേണ്ട. എന്താ വേണ്ടാത്ത? വേണ്ട, എന്റെ ആവശ്യമില്ല. ആവശ്യങ്ങൾക്കല്ലേ പോവുക. അല്ലാണ്ട് പറഞ്ഞതിന് അങ്ങനെ എല്ലാരും കൂടി കുത്തിക്കെട്ടി ഓടേണ്ട കാര്യമൊന്നുമില്ല. അതല്ല, അവിടെ ചെല്ലുമ്പോ എല്ലാരും എന്നെ ചോദിക്കൂ. ഞാൻ അവിടെ പിന്നെ ഇയല്ലപ്പ അവിടെ ഈ കല്യാണ പെണ്ണിന്റെ വീട്ടിൽ നിന്നല്ലേ വരണ്ടേ. അവിടെ ഒന്നും ചോദിക്കാൻ പോണില്ല. ഇനിയിപ്പോ അഥവാ ചോദിച്ചാൽ ഞാൻ പറയണ്ട, അവൾക്ക് ഛർദി വയറിളക്കായിട്ട് വെറുക്കാണെന്ന് പറയും. ആരും കഴിഞ്ഞില്ലേ? കള്ളം പറയാൻ പിന്നെ നിങ്ങളെ കഴിഞ്ഞിട്ടില്ല. കള്ളം പറയലൊന്നല്ല. ഇവിടുന്ന് ഇത്ര ദൂരം കുത്തിക്കെട്ടി അങ്ങോട്ട് പോയി അവിടുന്ന് തിരിച്ചു വരുമ്പോ ആ ചക്ക സ്കൂളിൽ നിന്ന് ഇവിടെ ആരല്ല? ഇവിടെ ആരെയില്ല. അപ്പോഴേക്കൊക്കെ വേണമെങ്കിൽ തിരിച്ചു വരാം. ഇനി അഥവാ അതല്ലെങ്കിൽ തന്നെ മല്ലിക ഉണ്ടല്ലോ, ഓൾ നോക്കിക്കോളും. മല്ലിക നോക്കണ്ട, ഞാൻ വിശന്ന് കാണിട്ടാ വരിക. ആ സമയത്ത് എന്തെങ്കിലും ഭക്ഷണം എടുത്ത് കൊടുക്കാനോ എന്തിനും മല്ലികനെ ഇജ്ജി ഇവിടെ ഉള്ളപ്പോ മല്ലികനെ ഏൽപ്പിക്കണത്. അതല്ല, എനിക്ക് എന്റെ കുടുംബക്കാരൊക്കെ ഒന്ന് കാണാലോ. എന്റെ കുടുംബക്കാരെ കാണാനാണ് കല്യാണം. ആ കല്യാണം വരുമ്പോ നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോവാ. അപ്പം തലേ ദിവസം ഇവിടുന്ന് പോകണമെന്ന് വെച്ച് പറഞ്ഞിട്ടുമുണ്ട്. അത് പോവുകയും ചെയ്യാ. പിന്നെന്താ കുഴപ്പം? അത് മതി. ഒന്നാമത്തെ പത്ര വലിയ അടുപ്പം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട്. എന്റെ കുടുംബക്കാരല്ലേ? എന്റെ കുടുംബക്കാരൊക്കെ തന്നെ. ആ മൂത്തവന്റെ കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ വർഷം എത്രയായി? 7 വർഷം കഴിഞ്ഞു അവന്റെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പൊ 3-4 തവണ അവിടെ പടം അവിടെ നിന്ന് പോയി. ഒരു ദിവസം കൂടെ വന്നോ? അപ്പൊ അവൻ ഗൾഫിലാണ്, അവനക്ക് തിരക്കാണ്. അവനക്ക് മാത്രമല്ല തിരക്ക്, നമുക്കൊക്കെ തിരക്ക് തന്നെയാണ്. ഓന് തിരിച്ചു പോവാൻ സമയതുകൊണ്ടല്ലേ? ആയിക്കോട്ടെ, നമുക്കും സമയമില്ലാത്തോണ്ടാണ് പോവാത്തത്. ഒരു കാര്യം ചെയ്യും, ഇന്ന ആരെങ്കിലും അന്വേഷിച്ച് നിങ്ങൾ പറഞ്ഞേക്ക്, നിങ്ങൾ ഇന്ന മനഃപൂർവ്വം കൊണ്ടുവരത്താണ്. ഞാൻ പറഞ്ഞു. പറഞ്ഞോ. ആരെങ്കിലും ഇന്നെ വിളിച്ച അടക്കളയിൽ എന്താ പണിച്ച അത് നോക്കട്ടാ. ഇനിയിപ്പോ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണ്ട. ഞാൻ ഒന്നും ചർച്ച ചെയ്യാൻ നിക്കണില്ല. ഒരു ദോഷം കൂടി എടുക്കും. വേണ്ട, മതി. അവിടെ എത്തുമ്പോ ഒരു സമയം കഴിക്കേ. വേണ്ടതേ. ഇവ നിഷേധനല്ലേ പോണം. അവിടെ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാവില്ല, അത് കഴിക്കാം. അത് അടച്ചിട്ടണ്ട, ഞാനിപ്പോ തന്നെ വരും. എവിടെ പോവാനാണ്? ഇത് സ്റ്റാർട്ട് ആകണില്ല. എന്തെങ്കിലും ചെയ്താ ഇതുമേട്ട്? ആര് ചെയ്തോന്ന്? പിന്നെ ഇന്നലെ രാത്രി ഓടിച്ചോണ്ടെന്ന് വെച്ചാണല്ലോ ഇവിടെ. ഇന്നലെ പെട്രോൾ ഒന്നും അടിച്ചില്ലേ വണ്ടിയില്? പെട്രോളൊക്കെ ഉണ്ട്, സ്റ്റാർട്ട് ആകണല്ലേ. അപ്പൊ ഞാൻ ഇന്ന് ലേറ്റ് ആവോ? നീനൊക്കെ എന്താ പരിപാടി? ഞാൻ പറഞ്ഞിട്ടില്ല രാവിലെ എഴുന്നേറ്റ് പണികളും തീർത്തിട്ട് സമയത്ത് പോണോന്ന്. ഈ അവസാന മണിക്കൂറിൽ കിടന്ന് ഇങ്ങനെ വെപ്രാളം കാണിച്ചിട്ട് എന്താ കാര്യം? ഇന്നലെ ഞാൻ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പണികളും ചെയ്തിട്ട് കിടക്കാൻ എത്ര സമയമായെന്ന് അറിയാലോ. പിന്നെ എന്തിനാ ഈ ചോദ്യം ചോദിക്കുന്നത്? രാവിലെ എണീറ്റ് അവനോന് പോണെങ്കിൽ അവനോന് സമയത്ത് എണീക്കണം. ഇത് സ്റ്റാർട്ട് ആകണമെന്നില്ല. ഞാൻ സമയത്ത് എണീറ്റ് തന്നെയാ ഇവിടുത്തെ പണികൾ ചെയ്ത് തീർത്തിട്ട് പോയിട്ട് എനിക്ക് പോവാ. എടി, എന്തെന്നാണ് ഇത്ര പേരുത്ത് പണി? കാലത്ത് എണീറ്റിട്ട് 2 കുറ്റി പുട്ടുണ്ടാക്കും, അതിൽ 1.5 കുറ്റി നീ കയറ്റിട്ട് നിനക്ക് തോന്നിയോടത്ത് പോണതിനാണ് പണി. ഞാൻ സമ്പാദിക്കുന്ന പൈസ കൊണ്ടിട്ട് ഞാൻ 1.5 കുറ്റിയോ 3 കുറ്റിയോ തിന്നു. ഇച്ചതിന് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നിനക്ക് അതിന്റെ അഹങ്കാരമാണ്. തിന്നുന്നുണ്ടല്ലോ 4 കുറ്റി, എന്നിട്ട് ഞാൻ ചോദിക്കുന്നുണ്ടോ കണക്ക്? എടി, ഇത് ഞാൻ കൊണ്ടുപോയി ആക്കി തന്നാണ് സ്റ്റാർട്ട് ആകണ്ടേ. ഇത് പറഞ്ഞേ പറ്റില്ല, എന്നെ അവിടെ ആക്കി തന്നേ പറ്റത്തുള്ളൂ. എന്നാ നീ തോളത്തോട്ട് കയറി ഞാൻ വെച്ചിട്ട് ഓടാ. നീ വേഗം പോയാ 10:30 ബസ് കിട്ടും. ചെല്ലി. ഇനി ഞാൻ ബസ്സിൽ കയറി അവിടെ എത്തുമ്പോഴത്തേന് ഉച്ചയാവും. നീ വർത്താനം പറയണ നേരം വേണല്ലോ. നീ അങ്ങനെ സ്റ്റാർട്ട് ആകണമെങ്കിൽ ഞാൻ പുറകെ വരാം. നീ പോയിട്ട് വരാം, വണ്ടി എടുത്ത് കത്തിക്ക് നോക്കോ. ഒരു പാട്ട വണ്ടിയും. എന്തേ ആകാതെ പോടി. ഒന്നിങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വായോ. അങ്ങട് അതെ, ഇതില് ഏതാ ഇടണ്ടേ? ഏത് ഷർട്ട്? ഇതിപ്പോ ഇതിട്ടാ നിങ്ങളല്ലേ ഇടണേ?
അപ്പൊ ഒന്നുകൂടെ അങ്ങോട്ട് പോവാല്ലേ? ഒന്നും ഇടാണ്ട് പോണ്ട മോശല്ലേ. എന്നാ പറയിക്കണിങ്ങാണ്ട് ഏതാണ് ഇത്, ഏതാ പറ്റ ഇടണ ഇത് നോക്കി, ഈ കര നോക്കിട്ട് പറയും ഇതിലേതാ നല്ലത്. ഇതിട്ടോ ഇതിട്ടോ. കാണിച്ച പണി നോക്കിയേ. അതിപ്പോ ഞാൻ എന്തെങ്ങനെ അപ്പൊ ഞാൻ ഒരു വൃത്തി പിടിപ്പ് എന്ന് പറഞ്ഞതില്ല എജാലിന്. ആ പണി കാണിച്ച പണി നോക്കിയേ. എങ്ങനെയാണ് ഉമ്മാടല്ലേ മോള്? എന്റെ ഉമ്മാക്ക് എന്താണ് കുഴപ്പം? നിമ്മക്ക് കുഴപ്പമില്ല. എന്താ എന്റെ ബാബാനെ കിട്ടിയത്? എന്റെ പോപ്പാനോട് പറയുന്നിട്ടോ. ഇത് നോക്ക്, ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള ഷർട്ട്. എന്റെ മോള് കയറി പിടിക്കുകയും ചെയ്തത്. നിങ്ങക്ക് ഇഷ്ടമുള്ള ഷർട്ട് അതായിരുന്നില്ലേ? പിന്നെ എന്തിനാ പിന്നെ വിളിച്ചത്? അത് ഇട്ടങ്ങ് പോയപ്പോയിരുന്നോ? ഇഷ്ടമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിട്ടല്ലേ ഞാൻ പലതും ചെയ്യാറ്. വർത്താനം പറയാൻ വേണ്ട. അത് ഞാൻ തോട്ട് ഞാൻ എന്റെ മോളെ ആക്കല് രണ്ടാമത്. ഇനി ഇതിട്ട് പോവാഞ്ഞി ഇത് വേണ്ട. ഇവിടെ നിന്ന് സമയം കളയില്ലേ? 10:30 അമ്പിളി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ടൗണിൽ ചെന്ന് വേറെ ബസ്സൊക്കെ കിട്ടി ചെല്ലുമ്പോ വൈകുന്നേ. ആ വൈകട്ടെ, ഞാൻ പോയിക്കോളാം. ഞാൻ അടക്കളയിലെ പണി നോക്ക്. അതെന്നെ വെറുതെ പണി ചെയ്തോണ്ടിരുന്ന എന്നെ എന്തിനാ വിളിച്ചത്? ഒരു ആവശ്യമില്ലാതെ. 10 അമ്പളി 11 മണിക്കുള്ള സുബേത് വേണ്ടിരുന്നാ മതി. അതിനുമ്പ് ഇവിടെ എത്താം. പരീക്കുട്ടിയുടെ വീടല്ലേ ഇത്? ആ പരിവിടെ വീട് തന്നെയാണ്. ആരാ? നമ്മളാരാ? ഞാനിവിടെ തൊട്ടപ്പുറത്ത് വാടകയ്ക്ക് താമസിക്കുന്ന അത് പറ. നമ്മള് വന്നിട്ട് 5-6 വർഷമായി ഇവിടെ. അപ്പൊ നമ്മള് വിചാരിച്ച് വീട് മാറിപ്പോയതാണാ, അതാ നിങ്ങൾ ആരാണെന്നൊക്കെ വിചാരിച്ച്. ടോൻ എവിടെ? പരീക്കുട്ടി എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. വീട് മാറിയിട്ടൊന്നുമില്ല. അതന്നെ പരീക്കുട്ടി. ആ പരിവിട്ടിയേ പടച്ച റബ്ബേ, എന്താ ഒരു അറിയിപ്പില്ലാണ്ട്. അല്ല രഹസ്യ പറയണ്ട. അപ്പൊ തുള്ളി ചാടോള്. വാലേക്കും അസ്സലാം. എന്താ വിശേഷങ്ങള്? മനസ്സിലായാ? ഞാൻ പറയാറില്ലേ അംസക്ക മറ്റേ സിദ്ധനാണ്. ഭയങ്കര കാര്യം. എന്റെ ഉമ്മാടെ ചേട്ടത്തി ഉണ്ടല്ലോ, ചേട്ടത്തിയുടെ ഒന്നും പറയണ്ട. കൊറേ ബന്ധുണ്ട്. ഹൈദരാലിന്റെ അതന്നെ അതന്നെ. റസ്യ ഇങ്ങട് വാ. ഓള് പറഞ്ഞ തുള്ളി ചാടും. ഞാനേ വളരെ അത്യാവശ്യമായിട്ട് ഒരു വഴിക്ക് പോവാ. എവിടെ പോണു? അല്ല, ഞാൻ ആ 10 അമ്പിളി പറഞ്ഞൊരു ബസ് ഉണ്ട് ഇവിടുന്ന്. അതിനൊന്നും പോണ്ട ആവശ്യമുണ്ട്. അതാ 10 അമ്പിളിയൊക്കെ പോട്ടെ, നീ ഇവിടെ ഇല്ലേ? അല്ല അതല്ല അതല്ല മൊബൈലും അതൊന്നും ശീലയില്ല മകളെ. അതെ 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 പറഞ്ഞു. നമുക്ക് എന്തെങ്കിലും പറഞ്ഞു. അതെ, ഞാന് ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയാലേ മോളുടെ അമ്മായിയുടെ മോളുടെ ഒരു ആവശ്യമുണ്ട്. അത് കാണാനായിട്ട് 3-4 ആൾക്കാർ വരുന്നുണ്ട് അവിടുന്ന്. അപ്പൊ അവിടേക്ക് പോവാ. ഞാൻ ഇത്തിരി നിർത്തിയില്ല. എന്നാ നമുക്ക് ഒന്നിച്ചു പോകാനോ? അവിടെ അങ്ങനെ വലിയ സംഭവം ഇപ്പൊ ഞാൻ പോണില്ല. അതെ, മാത്രമേ ഞാൻ മാത്രമേ പോകൂ. അങ്ങനെ അധികം ആൾക്കാരെ വിളിച്ചിട്ടില്ല. ബസ് പോകും. അല്ല അതെ നിങ്ങൾക്ക് എന്താ പണിയെന്നാ പറഞ്ഞത്? ഞാൻ ആശാരിപ്പണിയാണ്. അൽഹംദുലില്ലാ, ഞാൻ കാത്ത് നടക്കായിരുന്നു ഒരു ആശാരിനെ. നമ്മുടെ കട്ടില് കിടക്കാൻ പറ്റില്ലാടോ. എന്തേ മൂട്ടുണ്ടോ? അതല്ല, അതിലൊരു കാല് പോയി. കാല് പോയോ? അപ്പൊ നമ്മൾ എന്താ ചെയ്ത്? കാല് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആശാരിനെ തിരക്കാണെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കാല് കാണാനില്ല. ആശാരിനെ തിരക്കി ആശാരിനെ കിട്ടി, അപ്പോഴത്തേക്ക് കാല് കാണാനില്ലാടോ. അതെന്തേ? അത് പോയി. കാല് പോയോ? അതാരെന്റെ എടുത്തോണ്ട് പോയി. അത് എടുത്തോണ്ട് പോയപ്പോ കണ്ടുപിടിക്കണം. സിദ്ധനാണെന്നല്ലേ പറഞ്ഞത്? സിദ്ധനാണല്ലോ. നമ്മള് കണ്ടുപിടിച്ചല്ലോ. അതൊക്കെ ഈ കൽബിലറിയും. അത് കരിഞ്ഞു പോയി. കരിഞ്ഞു പോയോ? അത് കരിഞ്ഞു പോയി. അത് കൽബിലറിയും. അപ്പൊ അത് കരിഞ്ഞു പോയ സ്ഥിതിക്കുന്ന ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. അമ്പിളി ബസ്സിൽ പോവാറുന്നേ. നീ നില്ലടോ. അമ്പിളി ബസ് താനിപ്പോ പോണ്ട. അമ്പിളി ബസ് പോട്ടെ, അതിനേക്കാളും മുമ്പ് ടൗണിൽ നിന്ന് വേറെ ബസ് എത്തും. അതിൽ പോയാൽ മതി. അമ്പിളി ബസ്സിൽ മുമ്പ് അത് എത്തും. അല്ല, അമ്പിളി ബസ്സാണ് ആദ്യം എത്തുള്ളൂ. ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. ടൗണിലെ ബസ്സിൽ പോയിക്കോ, സമയം കഴിഞ്ഞല്ലോ. എന്നാ ശരി, എന്നാ അങ്ങോട്ട് ഇറങ്ങട്ടെ. ഈ ചായ അതാക്ക് ആ പോണ നേരത്ത് വന്ന് കിട്ടി തിരിച്ചു. ആലോചിച്ച് നോക്കി. ഇപ്പൊ ആ ബസ്സിന് പോയിച്ച സമയത്തിന് എത്താറും. ചില കുരുത്തക്കടകൾ ഇങ്ങനെ വന്നു. ഒന്നും പറയണ്ട ചങ്ങായി. 4 ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു. എന്നാ ഇപ്പൊ റസിയുടെ ചെവി തന്നെ ഉണ്ടാവും. ഇന്റെ ബാപ്പ എന്താ അറിയോ, ഒരാളെയും ദ്രോഹിക്കൂല. മൂപ്പരെല്ലാരും ഇങ്ങനെ സഹായിക്കും. ഇപ്പൊ നാട്ടിൽ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അയിനിറങ്ങും. മൂപ്പർക്ക് അനാവശ്യമായിട്ട് ഒരാളുടെ ഒരു സാധനം വേണ്ട. മൂപ്പരെ സ്വത്ത് പിന്നെ നാട്ടുകാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇതിനൊക്കെ പുറമെ പെരുന്നാളാവുമ്പോ എല്ലാവർക്കും സക്കാത്ത് കൊടുക്കും.
ഇവിടെ വാസുവേട്ടന്റെ അമ്മ എപ്പോഴും പറയും അവരെ അച്ഛനില്ലേ ചെല്ലപ്പനാശ്ശേരി വാരിക്ക് ഒരു കൊടുക്കുന്നു. സക്കാത്ത് കൊടുക്കൂ? സക്കാത്തല്ലേടി, ഈ വിഷു ഒക്കെ വരില്ലേ, അപ്പൊ ഇങ്ങനെ കൈനീട്ടം കൊടുക്കും കുട്ടിയൊക്കെ. അങ്ങനെ എന്റെ വാപ്പ എന്താ വെച്ചാല് മൂപ്പർക്ക് ഈ പൈസനോടൊന്നും ഒരു ആർത്തി ഇല്ലല്ലോ. ആ സ്വഭാവമാണ് എനിക്ക് കിട്ടിയേക്കണേ. എനിക്ക് പൈസനോട് എന്താ ആർത്തി? എനിക്ക് ഒരു ആർത്തി ഇല്ല. അതുകൊണ്ടല്ലേ ഇപ്പൊ ഇവിടെ പരീക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പറയും, വാസുറ്റേട്ടന് അത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പൈസ എടുത്ത് കൊടുക്കല്ലേ. ഇപ്പൊ ഈ തന്നെ ഒന്ന് ആലോചിച്ചോക്ക്. അതുകൊണ്ടല്ലേ ഇപ്പൊ നിങ്ങളിവിടെ ഫ്രീ ആയിട്ടല്ലേ താമസിപ്പിച്ചേണ്. വേറെ വല്ല വീട്ടുകാരാണെങ്കിൽ അപ്പന്നെ വാടക ചോദിക്കൂലേ? ഇല്ലേ? അതാണ്. അപ്പൊ നമ്മളിങ്ങനെ എല്ലാരെയും സഹായിക്കുക. എന്റെ പാപ്പാടെ ഒരു സ്വഭാവ ഗുണാണ് എനിക്ക് കിട്ടിയേക്കണേ. അല്ല അത് കുടുംബത്തിലുള്ള ബാക്കിയുള്ളവരൊക്കെ പറയും എന്റെ പാപ്പാനെ പോലെ. അതെ വിശേഷം എന്താ സത്യം പറഞ്ഞ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ ഇവിടെ വന്നില്ല. എന്താ ഏളാപ്പേ മൂത്താപ്പേ വല്യപ്പത്തെ ഹംസക്ക അയാളുടെ നാവുണ്ടല്ലോ, വല്ലാത്ത നാവാണ്. പറഞ്ഞത് അച്ചട്ടാ. ആരെന്താ വെച്ചാ പറ. അല്ല പറഞ്ഞാന്ന് വെച്ചാല് മൂപ്പര് പറയണതൊക്കെ നടക്കൊക്കെ ചെയ്യും. പക്ഷെ നിങ്ങള് പറയണ അത്ര ഭീകര സിദ്ധനൊക്കെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാ സിദ്ധനാണ്. മൂപ്പരിന്ന് പരീക്കൂട്ടിലെടുത്ത് അമ്പിളി ബസ്സിന് പോണ്ടെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അടുത്ത ബസ്സിന് പോയാൽ മതി. അപ്പൊ അമ്പിളി ബസ് എത്തണേക്കാൾ മുമ്പേ മറ്റേ ബസ് എത്തും. അതുകൊണ്ട് അമ്പിളി ബസ്സിന് പോണ്ട, അതിന് തന്നെ പോയാൽ മതി നിർബന്ധിച്ച് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ മൂപ്പര് പറഞ്ഞു. അമ്പിളി ബസ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു വലിയ മരത്തിന് ഒരൊറ്റ പോയിട്ട് കിട്ടി. 10-27 പേര് ആശുപത്രിയിലാണ്. ആരുടെയൊക്കെ തല പൊട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പരീക്കുട്ടിയിൽ യാത്ര ചെയ്യേണ്ട ആളല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പോവാതിരുന്നത്. നേര് പറഞ്ഞോണ്ടാണ് ഇപ്പൊ അങ്ങനെ സംഭവിച്ചെന്നൊക്കെ ഇപ്പൊ പറയാൻ പറ്റും. അയാൾ ചിലപ്പോ വായി തോന്നി വെറുതെ വിളിച്ചു പറഞ്ഞത്. എങ്ങനെ വിളിച്ചു പറഞ്ഞാലും അയാൾ പറഞ്ഞു. അതുകൊണ്ട് പരീക്കുട്ടി അതിന് പോയില്ല, അവൻ രക്ഷപ്പെട്ടല്ലേ. അങ്ങനെ നിസ്സാരായിട്ടൊന്നും കാണണ്ട മല്ലികേ. മൂപ്പരെന്താ അറിയോ, മൂപ്പർക്ക് ഈ സംഭവിക്കാൻ പോണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. എന്നിട്ട് അത് അങ്ങോട്ട് പറയില്ല. അതാണല്ലേ ഈ പ്രവചിക്കലേ. ഇന്ന് അയാളോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പരീക്കുട്ടി ആശുപത്രിയിലാണ്. അതല്ലേ, അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഹംസക്ക ഇവിടെ വന്ന് പറഞ്ഞല്ലോ. അതെന്തുകൊണ്ടാ? ഹംസക്കാക്ക് ഞങ്ങളുടെ കുടുംബം പറഞ്ഞാല് അത്ര സ്നേഹാണേ. തരാ ജോസൂട്ടി. അതെ ജോസൂട്ടിയെ, എടാ സത്യം പറയുന്നത് രക്ഷപ്പെട്ടു നമ്മുടെ പരീക്കുട്ടി. അല്ല അമ്പിളി ബസ്സിന് കയറാൻ നിന്നാണോ അവനെ? അമ്പിളി ബസ്സിന് കയറാതെ വേറെ അതിന്റെ അടുത്തൊരു ബസ് ഉണ്ടല്ലോ, ആ ബസ്സിന് കയറിയിട്ടേ പോയത്. അമ്പിളി ബസ് ഇവിടുന്ന് എടുത്തു പോയിട്ട് നേരെ ഒരു മരത്തിന് കൊണ്ടുപോയിട്ട് ഒറ്റട്ടി. ബസ് തകടം പറഞ്ഞിട്ട് 10-27 പേരൊക്കെ ആശുപത്രിയിലായി എന്നാണ് പറയണത്. ആരുടെയൊക്കെ തലയും പൊട്ടിയിട്ടുണ്ട് ഇത്ര. എന്താണ് ആണോ? അയ്യോ എന്തൊരു കഷ്ടമാണ് തമ്പുരാനെ. വലഞ്ഞു. ശരി എന്നാ ആയിക്കോട്ടെ. ബസ്സിൽ ജെസ്സി ഉണ്ടായിരുന്നു. എന്താ പറ്റിയെന്നറിയില്ല. ചോദിക്കണ്ടേ നിങ്ങളെന്താണോ? അല്ല ആദ്യം ചോദിക്കണ്ടേ? ഒന്നുകൂടി വിളിക്കുന്ന മരുന്നൊക്കെ കഴിച്ചു. എന്തിനാ നീ ആ പുറകിൽ പോയിരുന്ന? മുമ്പിൽ കേറിയാ പോരായിരുന്ന? പുറകിലല്ലേ സീറ്റ് കിട്ടിയത്, സീറ്റ് ഉള്ള ഇടത്തല്ലേ ഇരിക്കാൻ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോണോന്ന്. നേരത്തെ പോവാൻ, ഇവിടുന്ന് നേരത്തെ പോവാൻ പറ്റണ്ടേ? സമയത്ത് ജോലിയൊക്കെ ചെയ്തിട്ടല്ലേ ഇറങ്ങാൻ പറ്റൂ. പരികുട്ടി ജോസൂട്ടി ചിലപ്പോ പേടിച്ച് ബേജാറായിട്ടുണ്ടാവും. ആകെ പേടിച്ചിട്ടുണ്ടാവും. കായ് കുറച്ച് പോയിണ്ടാവും കേട്ടോ. ആശുപത്രി ചെലവ് നല്ലോണം വന്നിണ്ടാവും. എന്തൊക്കെ ഹലാക്കാണ്. കൈക്ക് ഇപ്പൊ വേദന ഉണ്ടാ? ആന്നേ ഉണ്ട്. ജോസൂട്ടിയേ കൊഴപ്പൊന്നുമില്ല, പതുക്കൊന്ന് തല പോയി ഇടിച്ചട്ടെ, ചെറിയ പൊട്ടല്. വേറെ ശരീരത്തിന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. കൈക്ക് ചെറിയൊരു പ്രശ്നമുള്ളൂ, നീരായിട്ട്. ഇല്ല അങ്ങ് കുഴപ്പമൊന്നുമില്ല. സ്കാൻ ചെയ്ത് എക്സ്റേ എടുത്ത് എല്ലാം നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പൊട്ടലും ഈ നീര് മാത്രമേ നിൽക്കുള്ളൂ. ഛർദിക്ക് എന്തെങ്കിലും ചെയ്താ? ഇല്ല ഛർദിച്ചൊന്നുമില്ല. ഒന്നും പറയണ്ട എന്റെ റസിയ. ആ കല്ലുകടയിൽ വെച്ചിട്ടായിരുന്നു സംഭവം. ഈ അപകടം ഉണ്ടാവണതിന് തൊട്ട് മുന്നത്തെ സ്റ്റോപ്പിൽ ഒരാൾ ഇറങ്ങിപ്പോയി, സീറ്റിരുന്ന ഒരാള്.
അത്രയും നേരം നിന്ന് കാല് കഴിച്ച് നിൽക്കുന്നതായിട്ട് ഞാൻ ആ സീറ്റിൽ പോയി ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആൾക്കാരുടെ ബഹളവും വിളിയും പിന്നെ എന്തോ പൊട്ടിത്തെറിക്കണ സൗണ്ടും ഈ ബസ് നേരെ ചെന്ന് ഒരു മരത്തിലിടിക്കലും എന്റെ ഈ തല പോയി ഫ്രണ്ടിലെ കമ്പിലിടിക്കലും ഒരുമിച്ചായിരുന്നു. ബസ് മരത്തിലിടിച്ചു തന്നെ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. ഓർമ്മ വന്ന് നോക്കുമ്പോഴുണ്ട് എന്റെ ഈ നെറ്റി ബലൂൺ പോലെ ഇങ്ങനെ മുഴച്ചിരിക്കുവായിരുന്നു. ആ അതങ്ങനെയാകൂ, നെറ്റ് ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മുഴ പോലെ ആവും. അല്ല വാസുട്ടിയുടെ കുടിച്ചിട്ട് വന്ന് വീഴുമ്പോ എപ്പോഴും ഇങ്ങനെ മുഴച്ചു വരാറുണ്ട്. ആ ഇനിയിപ്പോ എന്റെ നേരത്തെ കയറി അന്തൊന്നും ഇല്ലാന്നേ അച്ചാലിന്. അതെ ജോസുട്ടിയെ, പരീക്കുട്ടി ഇപ്പൊ ആ ബസ്സിന് പോണ്ടായിരുന്നു, അമ്പിളി ബസ്സിന്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടതാണ്. ഞാൻ ചോദിച്ചിട്ട് എന്നെ പടച്ചോൻ കാത്ത് ഞാൻ ഒരു ഇത്തിരി നേരം വൈകി കാരണം അതിന് കയറിയില്ല. അതുകൊണ്ടൊന്നുമല്ല, ഹംസക്ക പറഞ്ഞിട്ടില്ലേ? ഹംസക്ക ഉണ്ട്. ഞങ്ങളുടെ കുടുംബത്തിനോട് ഒരു പ്രത്യേക സ്നേഹമാണ് മൂപ്പർക്ക്. അപ്പൊ മൂപ്പർ എന്താ വെച്ചാൽ ഇങ്ങനെ പ്രവചിക്കൂ, മുൻകൂട്ടി കാര്യങ്ങൾ കണ്ടിട്ടേ. അങ്ങനെ മൂപ്പരോട് വന്ന് പറഞ്ഞു, പരീക്കുട്ടി ഈ ആ അമ്പിളി ബസ്സിൽ പോകണ്ട, അടുത്ത ബസ്സിൽ പോയാൽ മതി. അതുകൊണ്ടല്ലേ അങ്ങനെ പോയത്. ഞാൻ ഇത്തിരി നേരം വൈകിടാ. എന്തുകൊണ്ടായാലും അതിൽ പെടാതിരുന്നല്ലോ. സാധാരണ ഇവിടെ 9 മണിക്കാ പോണത്. അന്ന് വൈകിട്ട് ഓടി പോയിട്ട് കേറിയാണ് ഈ ബസ്സിൽ. പിന്നെ ഇനി നാളെ പോയി രണ്ടാമത് അഡ്മിറ്റ് ചെയ്യണം. അതെന്തിന്? അത് ഈ പരിക്ക് പറ്റി അവിടെ അഡ്മിറ്റ് ആയ ആളുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. എത്ര? 1 ലക്ഷം. ആണോ? ആ അത് സർക്കാർ കൊടുക്കണം അടിയന്തരമായിട്ട്. ഗുരുതര പരിക്ക് പറ്റിയവർക്ക് അത് 2 ലക്ഷം. 2 ലക്ഷം രൂപ വെച്ച്. 1 ലക്ഷം. എന്താ പറയുന്നത്? ചെറുതായിട്ടൊന്ന് പോറിന് 1 ലക്ഷം റുപ്യ. ആ അവിടെ അഡ്മിറ്റ് ആയി 27 പേർക്കും കിട്ടും. കളക്ടർ ഇടപെട്ട് ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. എന്റെ പരീക്ക കയ്യില് 10 രൂപയില്ലാതെ തെണ്ടിയിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ ഓടി ആ ബസ്സിൽ കയറി തലയിട്ടൊന്ന് കുത്തിയിട്ട് 1 രൂപ മേടിച്ചത്. ഇതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാല്. നമുക്ക് 1 അല്ല 2 ലക്ഷം കിട്ടേണ്ടതായിരുന്നു. അപ്പോഴേക്കല്ലേ ആ അമുക്ക് വന്ന് കേറിയത്. ആ ഹംസക്ക അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ കുടുംബത്തിന് ഒരു മേൽഗതി വന്നത് കണ്ടൂടാ. അസൂയ കുരുത്തം കെട്ടത് 2 ലക്ഷം റുപ്യാണ് കളഞ്ഞത്.